BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വിവിധ കേസുകളിൽ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അലക്ഷ്യമായി സൂക്ഷിച്ച നിലയിൽ കേസുകളിൽപ്പെട്ട വാഹനങ്ങൾക്ക് തൊണ്ടിമുതലിനുമൊപ്പമാണ് പുകയിലടക്കം വലിയ അളവിൽ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്നത്. കുട്ടികളടക്കം നിരവധി പേർ ദിനംപ്രതി യാത്ര ചെയ്യുന്ന കാൽനടപ്പാതയോട് ചേർന്ന് കയ്യെത്തും ദൂരത്താണിത്. കാൽനടയായി പോകുന്നവർക്ക് എളുപ്പത്തിൽ കൈകടത്തി എടുക്കാനാകുന്ന അകലമേ ഇവയ്ക്കുള്ളൂ. സ്റ്റേഷന്റെ പ്രധാന പ്രശ്നം സ്ഥലപരിമിതിയാണ്. ലഹരി പദാർത്ഥങ്ങൾ മാറ്റുന്നതിനായി കോടതിയിൽ ഡിസ്പോസിബിളിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം താൽക്കാലിക സംവിധാനം ഒരുക്കി കാൽനടപ്പാതയുടെ തൊട്ടടുത്ത് നിന്ന് ഇത് മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വാർഡ് വിഭജനത്തിൽ പരാതികളുമായി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും നഗരസഭയിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയും വാർഡ് വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം പുറത്തുവന്നതോടെയാണ് അപാകതകൾ ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതൃത്വങ്ങളും രംഗത്ത് വന്നത്. വിജ്ഞാപനം ഇറങ്ങി ആദ്യ ദിനങ്ങളിൽ പരാതി കുറവായിരുന്നുവെങ്കിലും വാർഡുകളുടെ ഡിജിറ്റൽ മാപ്പ് പരിശോധിച്ച് തുടങ്ങിയതോടെയാണ് വ്യാപക പരാതി ഉയർന്നത്. ഓരോ വാർഡിലും കണക്കാക്കേണ്ട വീടുകളുടെയും വോട്ടർമാരുടെയും എണ്ണത്തിനനുസരിച്ച് വാർഡ് വിഭജനം നടത്തി എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ വാർഡുകളെ തിരിച്ചിരുന്ന ഭൂമിശാസ്ത്രപരമായ അതിരുകൾ ഇല്ലാത്തതും തിരിച്ചടിയായി. നഗരസഭയിലെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത് പൂർണ്ണമായും CPMന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലാണെന്നും മാനദണ്ഡങ്ങൾ മറികടന്നാണ് അതിർത്തികൾ നിശ്ചയിച്ചിട്ടുള്ളതെന്നും ഇതിനെതിരെ ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് പരാതി നൽകുമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ പറഞ്ഞു. KCB മന്നം 66 kV സബ്സ്റ്റേഷനോടനുബന്ധിച്ചുള്ള വാഹന ചാർജിംഗ് കേന്ദ്രം പ്രവർത്തനരഹിതമായിട്ട് 2 മാസം. അപകടത്തെ തുടർന്ന് താൽക്കാലികമായി അടച്ച സ്റ്റേഷൻ പിന്നീട് തുറന്നിട്ടില്ല. ഒരേ സമയം 4 വാഹനങ്ങൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെയുണ്ട്. KCB അധികൃതരുടെ അനാസ്ഥയാണ് കേന്ദ്രം തുറക്കാതിരിക്കാൻ കാരണമെന്നും പരാതികൾ ഉയരുന്നു. സെപ്റ്റംബർ 23 ഇവിടെ വൈദ്യുതി കാർ ചാർജ് ചെയ്യുന്നതിനിടെ മുൻ നഗരസഭാ കൗൺസിലർ KL സ്വപ്നയ്ക്ക് മെഷീനിൽ നിന്ന് ഷോക്കേറ്റിരുന്നു. തെറിച്ചു വീണ സ്വപ്നയ്ക്ക് ശ്വാസതടസ്സവും തലകറക്കവും ഉണ്ടായി. കൈക്കും കാലിനും പൊള്ളലേറ്റ സ്വപ്ന സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കാറിൽ 59% ചാർജ് കയറിയ ശേഷം മെഷീൻ പ്രവർത്തനരഹിതമായപ്പോൾ കാറിന്റെ കണക്ടറിൽ നിന്നും പ്ലഗ് വിച്ഛേദിച്ച് മെഷീനിലേക്ക് തിരികെ വെച്ചപ്പോഴാണ് ഷോക്കേറ്റത്. അപകടം നടന്നയുടൻ ചാർജിംഗ് സ്റ്റേഷൻ അടച്ചു. സ്ഥാപിച്ച ശേഷം ആദ്യമാണ് ഇവിടെ അപകടമുണ്ടായത്. ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ച കമ്പനി ഉദ്യോഗസ്ഥരും KCBയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും എത്തി വിശദമായ പരിശോധന നടത്തി. സ്വപ്നയുടെ പരാതിയിൽ പോലീസും അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ 2 മാസമായിട്ടും സ്റ്റേഷൻ തുറക്കാൻ നടപടിയായില്ല. പറവൂർ മേഖലയിലെ ഏക ചാർജിംഗ് സ്റ്റേഷനാണിത്. ഇത് കാരണം ഇലക്ട്രിക് വാഹന ഉടമകളും പ്രയാസത്തിലാണ്. കേരള സ്റ്റേറ്റ് IT മിഷന്റെ നേതൃത്വത്തിൽ പൊതുയിടങ്ങളിൽ സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന K-Wi-Fi പദ്ധതി പ്രകാരം നിലവിൽ എറണാകുളം ജില്ലയിലെ 221 ലൊക്കേഷനുകളിൽ സൗജന്യ വൈഫൈ സേവനം ലഭ്യമാകും. സംസ്ഥാനമൊട്ടാകെ 2023 പൊതുയിടങ്ങളിലാണ് സൗജന്യ വൈഫൈ ലഭിക്കുന്നത്. എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുത്ത പൊതുയിടങ്ങളിൽ സൗജന്യ വൈഫൈ ലഭിക്കും. ബസ് സ്റ്റാൻഡുകൾ, ജില്ലാ ഭരണ കേന്ദ്രങ്ങൾ, പഞ്ചായത്തുകൾ, പാർക്കുകൾ, പ്രധാന സർക്കാർ ഓഫീസുകൾ, സർക്കാർ ആശുപത്രികൾ, കോടതികൾ, ജനസേവന കേന്ദ്രങ്ങൾ തുടങ്ങി ജില്ലാ ഭരണകൂടം തെരഞ്ഞെടുത്ത ഇടങ്ങളിലാണ് വൈഫൈ സംവിധാനം നടപ്പാക്കുന്നത്. സേവനദാതാവായ BSNLന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തീരദേശ മേഖലയിലും സേവനം ലഭ്യമാകും. KFIയുടെ പരിധിക്കുള്ളിലെത്തുമ്പോൾ വൈഫൈ ഓൺ ചെയ്ത് മൊബൈൽ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്ത് അതിവേഗ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിക്കാം. കേരള ഗവൺമെന്റ് വൈഫൈ സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് ചെയ്യുമ്പോൾ ലാൻഡിംഗ് പേജിൽ മൊബൈൽ നമ്പർ കൊടുക്കുന്ന OTP ജനറേറ്റ് ആവുകയും 1 GB സൗജന്യ വൈഫൈ ലഭിക്കുകയും ചെയ്യും. പൊതുജനങ്ങൾക്ക് മൊബൈലിലും ലാപ്ടോപ്പിലും സൗജന്യമായി ദിവസേന 1 GB വരെ 10 Mbps വേഗതയോടുകൂടി ഉപയോഗിക്കാം. ഈ പരിധി കഴിഞ്ഞാൽ സർക്കാർ നിശ്ചയിക്കുന്ന നിരക്കിൽ റീചാർജ് കൂപ്പൺ വൗച്ചർ ഉപയോഗിച്ച് വൈഫൈ സേവനം തുടർന്നും ഉപയോഗിക്കാം. എന്നാൽ 1 GB ഡാറ്റ പരിധി കഴിഞ്ഞാലും സർക്കാർ സേവനങ്ങൾ പരിധിയില്ലാതെ സൗകര്യമില്ലാതെ ലഭിക്കും. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011722 ബന്ധപ്പെടാവുന്നതാണ്. എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന്റെ ഉടമസ്ഥാവകാശം കൊച്ചിൻ ദേവസ്വം ബോർഡിനാണെന്ന കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ ഇടപെടാനാവില്ലെന്ന് സുപ്രീം കോടതി. ജസ്റ്റിസുമാരായ ബേല M. ത്രിവേദി, സതീഷ് ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ച് നിലപാട് വ്യക്തമാക്കി. ഗ്രൗണ്ടിന്റെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ അന്തിമ ഉത്തരവ് ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ എറണാകുളം ക്ഷേത്രക്ഷേമ സമിതി സമർപ്പിച്ച ഹർജി നൽകിയത്. എറണാകുളത്തവൻ ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്ന 3.5 ഏക്കർ ഭൂമി കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് 4.33 കോടി രൂപയ്ക്ക് എറണാകുളം ക്ഷേത്രക്ഷേമ സമിതി വില കൊടുത്ത് വാങ്ങിയതാണെന്നും അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് ക്ഷേത്ര സമിതിയുടെ വാദം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.
അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.